ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ ആയിരക്കണക്കിന് പിഞ്ചു പൈതങ്ങളെ കൊന്നൊടുക്കിയവന്റെ പേരാണ് നരേന്ദ്രമോദി. ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്നലെ യാദൃശ്ചികമായിട്ടൊരു യു പിക്കാരനായ ഹൗസ് ഡ്രൈവറെ പരിചയപ്പെട്ടു. അപ്പോൾ ഈ യു പിക്കാരൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ നാട്ടിലെവിടെ ചോദിച്ചു? ഞാൻ പറഞ്ഞു കേരള ബായി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, ഇവിടെ സൗദികളടക്കം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളെന്താ കേരള എന്ന് പറയുന്നത്? മലയാളികൾ ഇവിടെ ആര് ചോദിച്ചാലും കേരള എന്നേ പറഞ്ഞു. കാരണം അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതിനൊരു ഒരു ഒരു ആക്സെപ്റ്റബിലിറ്റി ഉണ്ട് എന്ന് പറയില്ലേ, ഒരു സ്വീകാര്യത ഉണ്ട് എല്ലായിടത്തും കേരള എന്ന് പറയുമ്പോൾ. എന്താ കേരള എന്ന് പറയുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, തമാശയിൽ പറഞ്ഞത് നിനക്കറിയില്ല, ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ അറിയില്ല, ഇന്ത്യയുടെ പോക്ക് കണ്ടില്ല. അപ്പോൾ അവൻ പറയാണ്, सही है भाई, आप बोला सही है. अब देखो एप्स्टीन फाइल में नरेंद्र मोदी आया, ये कैसा आदमी है, ये मदरचोद इसलिए शादी नहीं हुआ, ये छोटा छोटा बच्चे का मारेगा, शादी नहीं है, ये कैसा आदमी है, हरामी है എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംസാരിച്ചു. അപ്പം എനിക്ക് അത്ഭുതം തോന്നി. സത്യത്തിൽ ഈ ഗുജറാത്തികൾ, യു പിക്കാർ, ബീഹാരികൾ, ഇവർക്കൊന്നും മതപരമായിട്ടും ഭൗതികപരമായിട്ടും നമ്മൾ കാണുന്നതിൽ 90% മതപരമായിട്ടും ഭൗതികപരമായിട്ടും ഒരു അറിവില്ലാത്ത ആളുകളായിരിക്കും. പൊളിറ്റിക്സ് പരമായിട്ടും ഒരു അറിവില്ല. അവരോട് യോഗിയെക്കുറിച്ചോ മോദിയെക്കുറിച്ചോ പറഞ്ഞാൽ അവർക്കൊന്നും അറിയില്ല. പക്ഷേ ഈ ചങ്ങാതി ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ പ്രിയ സുഹൃത്തെ, സഹോദര, ഇതിലൊന്നും അത്ഭുതപ്പെടാനില്ല. ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ പിഞ്ചു പൈതങ്ങൾ, ആയിരക്കണക്കിന് പിഞ്ചു പൈതങ്ങളെ കൊന്നൊടുക്കിയവന്റെ പേരാണ് നരേന്ദ്രമോദി. ഗർഭസ്ഥ ശിശുവിനെ ഗർഭസ്ഥ ശിശുവിനെ ഗർഭത്തിൽ നിന്ന് പുറത്തെടുത്ത് ലോകം കാണാത്ത കുഞ്ഞു പൈതലിനെ ശൂലത്തിലേന്തി നടന്നവന്റെ പേരാണ് RSS. അവർക്ക് നേതൃത്വം കൊടുക്കുന്നവന്റെ പേരാണ് നരേന്ദ്രമോദി. അവനക്ക് എന്ത് 10-14 വയസ്സുള്ള പിഞ്ചു പൈതങ്ങള്, എന്ത് കുട്ടികൾ, എന്ത് കണ്ണിച്ചോര, എന്ത് മനസാക്ഷിയാണ് അവനക്കുള്ളത്? ബീഫ് സൂക്ഷിച്ചു എന്നതിന്റെ പേരിൽ മാത്രം തല്ലിക്കൊന്നവന്റെ പേരാണ് നരേന്ദ്രമോദി. രാജ്യത്തിനകത്ത് ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്നവന്റെ പേരാണ് നരേന്ദ്രമോദി. ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും വർഗീയതയുടെ പേരിൽ തമ്മിത്തല്ലിച്ച് വർഗീയത പറഞ്ഞ് വർഗീയത നിലനിർത്തി അധികാരം നിലനിർത്തുക എന്നുള്ള ഒരു മതത്തിനോടും സ്നേഹമില്ല. ഹിന്ദുമതത്തിനോട് ലെവലേശം സ്നേഹമില്ല. ഹിന്ദുമതത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് കപട ഹിന്ദുക്കളായ RSSകാർ. ഇന്ത്യൻ അംബാസിഡറായ പ്രമോദ് ബജാജിനെ വിളിച്ച് എഫ്സിനെ സഹായിക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു. 2015-നും 2017-നും ഇടയിൽ ന്യൂയോർക്കിലെ മാൻഹട്ടനിലുള്ള എഫ്സിന്റെ വസതിയുമായ ഹർദീപ് സിംഗ് പുരി പാർലമെന്റിനകത്തും പുറത്തും സർക്കാരിന്റെയും പാർട്ടിയുടെയും ശക്തമായ ശബ്ദമാണ്. My friend, India's friend, the President of the United States of America, Mr. Donald Trump,